അപ്പോൾ മച്ചന്മാരെ, അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്ന ഒരു ട്രാവൽ വ്ളോഗുമായിട്ടാണ്. ട്രാവൽ വ്ളോഗിൻ്റെ ഡെസ്റ്റിനേഷൻ എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തൊട്ടടുത്തുള്ള പ്രദേശമാണ് വേഗത്താനം വാട്ടർഫാൾ. അപ്പോൾ അങ്ങോട്ട് പോകാനുള്ള റൂട്ട് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാഞ്ഞിരപ്പള്ളി ഈരാറ്റുപേട്ട റൂട്ടിൽ നിന്നും ചെമ്മണമറ്റത്ത് നിന്ന് ഡൈവേർട്ട് ചെയ്ത് പോവുകയാണ്. സ്ഥലം ഇതാണ്. ഇവിടുന്ന് നമ്മൾ റൈറ്റ് എടുത്ത് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നാണെങ്കിൽ റൈറ്റ് എടുത്ത് കയറുവാണ്, ഈരാറ്റുപേട്ട വരുമ്പോൾ ലെഫ്റ്റ് എടുത്ത് കയറുവാണ്. അപ്പോൾ നമുക്ക് സ്ഥലത്തോട്ട് വിട്ടാലോ. ഇപ്പോൾ തന്നെ കുറച്ച് മഴയുടെ സീനൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് സമയങ്ങളെ പോകാം. നമ്മൾ വേഗത്തന അരുവിയുടെ എൻട്രൻസിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ ഇവിടം വരെ ഉള്ളൂ നമുക്ക് വണ്ടി വരുന്നൊരു സൗകര്യം. അങ്ങോട്ട് മൊത്തം എസ്റ്റേറ്റ് ആണ്, റബ്ബർ തോട്ടമാണ്. പിന്നെ അത് തന്നെയല്ല, നമ്മൾ ഈ തോട്ടപ്പുഴ എന്ന് പറഞ്ഞായിട്ടില്ലേ, കുളയട്ട അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഓരോരുത്തർക്ക് ഓരോ പ്ലേസ് ഓരോ പേരാണ്. നമ്മളിവിടെ പറയുന്നത് തോട്ടപ്പുഴ എന്നാണ്. അത് നിറച്ചുണ്ട്. അതുകൊണ്ട് ഇച്ചിരി റിസ്ക് ഉണ്ട്, അതിൻ്റെ ആയിട്ട് ഇച്ചിരി റിസ്ക് ഉണ്ട്. പിന്നെ ചെറിയൊരു കാട് പ്രദേശമൊക്കെ പോലെയാണ്. ഇനി ഇവിടെ വരുന്നവരോട് പ്രത്യേക ഒരു കാര്യം പറയാനുള്ളത്, അവരവരുടെ റിസ്കി വന്ന് കണ്ട് എക്സ്പ്ലോർ ചെയ്ത് പോവുക. അത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ അങ്ങനെയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ റിസ്ക് പിടിച്ച അപകടങ്ങൾ പിടിച്ച സ്ഥലമാണ്. നമ്മൾ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇവിടെ കുറച്ച് പേർക്ക് അങ്ങനെ അപകടമൊക്കെ പറ്റുള്ളൂ. അതുകൊണ്ട് നാട്ടുകാർക്ക് തന്നെ ചെറിയൊരു എതിർപ്പുണ്ട് ഇങ്ങോട്ട് വരുന്നതിൽ. അപ്പം നമ്മൾ വീട്ടിൽ ഒരുവിധം പറഞ്ഞ് സെറ്റാക്കിയൊക്കെയാണ് വന്നേക്കുന്നത്. കുഴപ്പമില്ല, അപകടം ഉണ്ടാകാതെ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞാണ് നമുക്ക് വീഡിയോ എടുക്കേണ്ട ഒരു ആവശ്യമൊക്കെ കൊണ്ട് നമ്മൾ വന്നത്. അപ്പം വരുന്നവർ അവരുടെ റിസ്ക് വന്ന് കണ്ട് നല്ലതായിട്ട് എക്സ്പ്ലോർ ചെയ്ത് പോവുക. മച്ചവരെ, ഞാൻ പറഞ്ഞൊരു ഇതേ മൊത്തം എസ്റ്റേറ്റ് ആണ്. ഇങ്ങനത്തെ സ്ഥലങ്ങളാണ് ഇവിടെ ഉള്ളതെല്ലാം. കുന്നും ചെരുവും മലയും കാര്യങ്ങളും എല്ലാം ആണ് ഇവിടെ. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഒരു ചെറിയ അരുവി കണ്ടിരിക്കുകയാണ്. നല്ല തണുത്ത വെള്ളമാണ് കേട്ടോ. അടിപൊളി സ്ഥലമാണ്. ചെറിയൊരു മഴ ചാറുന്നുണ്ട്, അതിൻ്റെ ഒരു സീനേ ഉള്ളൂ. അപ്പം ഇത് ഇങ്ങനത്തെ സ്ഥലങ്ങളാണ് ഇവിടെ മൊത്തം ഉള്ളത്. അതായത് കുന്നും ചെരുവും എല്ലാം ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. നമ്മൾ ഈ കാണുന്നത് നമ്മൾ ആ പോകാൻ പോകുന്ന അരുവിയുടെ ചെറിയൊരു ഭാഗം മാത്രമാണ്. അവിടുന്ന് ഒഴുകിപ്പോകുന്ന വെള്ളമാണ് ഈ കാണുന്നത്. ഈ മരത്തിന്റെ ഒരു ഫോട്ടോ എടുക്കാൻ പറ്റിയ ചെറിയ സ്പേസ് ഒന്നും ഇല്ലാതെ നമുക്ക് അങ്ങോട്ട് ഇറങ്ങി കാണിച്ചു തരാം. ഇവിടെ ആയിട്ട് ഒരു സംഭവമുണ്ട്, ചെറിയ ഹോളുണ്ട്. ഈ സൈഡിലുണ്ട്. ഈ സൈഡ് നല്ല കാട് പിടിച്ച രസമാണ്. നമുക്ക് ഇങ്ങോട്ട് ഇറങ്ങി കാണിച്ചു തരാം. ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കാൻ ഈ ചെറിയ പായലുണ്ട് ഈ പാറില്. ഞാൻ നെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ മൊത്തം ചെറിയ ചെറിയ കല്ലും കുപ്പിച്ചിലും ഒക്കെ ഉള്ള സ്ഥലമാണ്. നമ്മളിപ്പോൾ കാണുന്ന ഈ വഴിയുണ്ടല്ലോ, ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ തോട്ടപ്പൂവിൻ്റെ കേന്ദ്രം. പിന്നെ നമ്മൾ ഈ പോകുന്ന വഴിക്ക് നമുക്ക് ഈ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരുമ്പോൾ അടിച്ചു പൊളിക്കാനും കുളിക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ് ഈ കാണുന്നത്. കുളിക്കാനുള്ള ഏരിയ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ അടിപൊളി ഫീലാണ് ഇവിടുത്തെ സ്ഥലം. ഈ പോകുന്ന സ്ഥലമാണ് ഞാൻ ആ പറഞ്ഞ കുളിക്കാനുള്ള ഏരിയ. നമ്മളിപ്പോൾ ഈ കാണുന്ന സ്ഥലം ഉണ്ടല്ലോ, ഇതാണ് ഞാൻ ആ പറഞ്ഞ കുളിക്കാനുള്ള ഏരിയ. ഇവിടെ നമ്മൾ വരുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പാറവഴിയൊക്കെ കയറുമ്പോൾ ചെറിയൊരു വഴുക്കലുണ്ട്, പിന്നെ നല്ല കുത്തൊഴുക്കുണ്ട് അടിയത്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ച് കുളിക്കുക. നമ്മളിപ്പോൾ ഈ കാണുന്ന സ്ഥലം ഉണ്ടല്ലോ,
ഇവിടെ ചെറിയൊരു അടിയൊഴുക്കുള്ള സ്ഥലമാണ്. നമ്മൾ കെയർഫുള്ളായിട്ട് നിന്നില്ലെങ്കിൽ ചിലപ്പം പണി കിട്ടും. ഇവിടെ നല്ല അടിപൊളി ഫീലാണ് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റ് അറിയാൻ പറ്റുന്നുണ്ട്. നമ്മൾ നിൽക്കുന്ന വഴി ഇവിടെ തീരുന്നില്ല, നമ്മൾ മുകളിലോട്ടുണ്ട്. പക്ഷേ നമുക്ക് വണ്ടി വരുന്ന സൗകര്യം അല്ലാത്തതുകൊണ്ട് ഒരു രക്ഷയില്ല. അല്ലാതെ നമുക്ക് കട്ട് ഓഫ് റോഡ് അടിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് ഇവിടെ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് നേരെ അങ്ങോട്ടാണ് പോകാനുള്ളത്. അതാണ് നമ്മുടെ വഴി. ഏകദേശം ഇത് ആ ഭാഗത്തായിട്ട് വരും. അത് കാണുന്ന പറ്റുന്നുണ്ടെന്നറിയില്ല. ആ കാണുന്നതാണ് നമ്മൾ ആ പോകാൻ പോകുന്ന അരുവി. ഇനി അങ്ങോട്ട് മൊത്തം നല്ല അടിപൊളി കാട് പ്രദേശമാണ്. പിന്നെ ഈ നമ്മളിപ്പോൾ സ്ഥലത്തിനോട് അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണ് ഈ കാണുന്നത്. കോതചാടിപ്പാറ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അതിനോട് ബന്ധിച്ച് കിടക്കുന്ന ഒരു സ്ഥലമാണിത്. അങ്ങോട്ട് പോകാനുള്ള ഇപ്പം പറ്റുന്നൊരു കണ്ടീഷനായിട്ട് കിടക്കുന്നതല്ല. അപ്പോൾ നമ്മളിപ്പം രാവിലെ വന്ന ഒരു ക്ലൈമറ്റ് അല്ല ഇങ്ങോട്ട് വന്നത്. നല്ലപോലെ മഴ ചാറാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഈ അധികം സമയം കളയാൻ നമുക്ക് അങ്ങോട്ട് പോകാം. കാരണം വെച്ചാൽ നമുക്ക് അവിടെ ചെല്ലുമ്പം മഴയാണെങ്കിൽ വീഡിയോ എടുക്കാൻ പറ്റുന്ന കണ്ടീഷൻ ആയിരിക്കത്തില്ല. കാരണം നമുക്ക് സമയം കളയാൻ നമുക്ക് അങ്ങോട്ട് പോകാം. ഇനിയെന്ന് വെച്ചാൽ ശരിക്കും തോട്ടപ്പുഴയൊക്കെ കാണാൻ ചാൻസ് ഉണ്ട്. ഇതുവരെ ഒന്നും നമ്മളെ കാണിച്ചില്ല. പക്ഷേ ഇനി എങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ എത്ര ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. ഇവിടെ വന്ന് നമ്മുടെ ക്യാമറമാനാണെന്ന് പറഞ്ഞത് ഇങ്ങനെ സംഭവങ്ങളുണ്ടെന്ന്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. ഇത് ചെറിയൊരു മഴയുടെ സീനൊക്കെ ഉള്ള കാരണം നമുക്ക് അധികം വൈകാതെ നമുക്ക് സ്ഥലത്തോട്ട് പോകാം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ 2 മരങ്ങൾ രണ്ടാമത്തെ മരമാണ് നമ്മൾ ഈ കാണുന്നത്. ഇവിടുത്തെ മുമ്പ് ഞങ്ങൾ വന്നപ്പം ഒരു തേനീച്ചക്കൂടൊക്കെ ഉണ്ടായിരുന്നു. അത് തേനെടുക്കാൻ വേണ്ടി ആൾക്കാർ അടിച്ചു വെച്ച കോണിപ്പടിയാണ് ഈ കാണുന്നത്. ഇത് വെച്ചാൽ എങ്ങനെ അടിച്ചെന്ന് ഒരു ഐഡിയ ഇല്ല. നമ്മൾ ആണി അടിക്കുന്നവരെ അടിച്ചു വെച്ചാൽ ഒരു കോല് പോലെ വെച്ചേക്കാണോ. ഇത് എങ്ങനെ കയറുന്നതേ നമുക്ക് കണ്ടാൽ തന്നെ പേടിയാവുന്നു. അപ്പോൾ വെച്ചാൽ നമ്മൾ തോട്ടപ്പുഴയൊക്കെ അടിച്ചിരിക്കുകയാണ്. എനിക്ക് ചെറിയൊരു മുറിവുണ്ടായിരുന്നു. ഔത്തിലാണ് കടിച്ചത്. മറ്റേ ചെറിയൊരു വേദനയുണ്ട് കേട്ടോ. കടിക്കാൻ കറക്റ്റ് ആ മുറിവ് കടിച്ചാൽ ചെറിയ വേദനയുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഇതിനെ വെച്ചായിരിക്കും പോകുന്നത് മൊത്തം. കാരണം നമ്മൾ പറിച്ചു കളഞ്ഞാൽ വലിയ സീനാണ്. അതിനെ കളയാനുള്ള ഒരു പ്രിക്കോഷൻ നമ്മൾ എടുത്തിട്ടില്ല. ഇനിയിപ്പോൾ എത്ര കടിക്കുന്നൊരു ഐഡിയ ഇല്ല കേട്ടോ. ഒരെണ്ണം കടിച്ചിട്ടുണ്ട്. തോട്ടപ്പുഴ കടിച്ച ചെറിയ സീനാണ്. കാരണം ചോര കുടിച്ച് വരുവാണ്. അപ്പോൾ ഇനി ഇതിനെ വെച്ച് നമ്മൾ വേദന സഹിച്ച് വേണം നമ്മൾ ഇനി മൊത്തം കവർ ചെയ്യാൻ. അതിൻ്റെ ഒരു ഇതുണ്ട്. പോയേക്കമ്പാ. കേട്ടോ നമ്മൾ മുമ്പേ കണ്ടേക്കാളും കുറച്ച് ചീർത്തിട്ടുണ്ട്. ചോര കുടിച്ചങ്ങ് എടുക്കുക കേട്ടോ. പിന്നെ നമ്മളിത് കടിക്കുന്ന നല്ലതാണെന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. കാരണം ചീത്ത രക്തം ഊറ്റി കുടിക്കുന്ന ഒരു ജീവിയാണിത്. എന്തായാലും ഇച്ചിരി വേദനയുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്പോട്ട്. ഈ പാറയ്ക്കപ്പുറമാണ് നമ്മൾ ആ പറഞ്ഞ അരുവി. മഴയൊക്കെ കുറച്ച് മാറി ക്ലൈമറ്റൊക്കെ കുറച്ച് തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. പിന്നെ വരുന്നവരോട് കാര്യം പറയുകയാണ്, നല്ല വഴുക്കലാണ്. മഴ പെയ്ത് നല്ല വഴുക്കലാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ച് വരിക. കാല് വഴി പോകേണ്ട നമ്മളിത് താഴോട്ട് മൊത്തം നല്ല തെറ്റാണ്. പാറക്കല്ല് എല്ലാം നല്ല സ്ഥലമാണ്. അതുകൊണ്ട് അപകടങ്ങളുണ്ടാകാൻ വളരെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ വരുന്നവരെല്ലാം അത് ശ്രദ്ധിച്ച് വരിക. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണ്. ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളെ രക്ഷിക്കാറോ പുറത്തുനിന്നൊരു എമർജൻസി സജ്ജീകരണമോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ അത് എല്ലാവരും ശ്രദ്ധിച്ച് വരിക. ഇവിടെ നോക്കും നല്ല വ്യൂ ആണ് കേട്ടോ. അടിപൊളി വ്യൂ. അപ്പോൾ മറ്റവരെ നമ്മൾ ഇവിടെ വന്ന് നിന്ന് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ നമുക്ക് നല്ലൊരു ഫീലാണ്. എന്ന് വെച്ചാൽ ഒരു വൈൽഡ് ഏരിയയുടെ ഒരു ഫീലും പിന്നെ നമ്മൾ ആ വാട്ടർഫാളിൻ്റെ ഒരു ചെറിയ മിസ്റ്റ് പോലത്തെ ഒരു സംഭവങ്ങളൊക്കെ നമുക്ക് ഫ്രണ്ടിലോട്ട് അടിക്കുന്നുണ്ട്. മൊത്തം അപകടം പിടിച്ച ഏരിയയാണ്. മൊത്തം പാറക്കല്ലുകളെല്ലാം മൊത്തം വഴുക്കലായിട്ട് കിടക്കുവാണ്. അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ. നല്ല മിസ്റ്റ് നമ്മൾ മൊത്തം അടിക്കുന്നത് നല്ല തണുപ്പ് വരുന്നുണ്ട്. അപ്പോൾ കുഴപ്പമില്ല, നല്ല അടിപൊളി പ്ലേസ് ആണ്. അപ്പം നിങ്ങൾ വന്ന് കണ്ട് എക്സ്പ്ലോർ ചെയ്യുക. നല്ലൊരു ക്ലൈമറ്റാണ് ഇവിടെ.
അതേപോലെ ഇത് കണ്ടോ, ഇവിടെ മൊത്തം നല്ല പാറക്കൂട്ടമാണ്. ആ ഭാഗത്തൊക്കെ ഇറങ്ങാൻ വെച്ചാൽ നല്ല റിസ്ക് ആണ് കേട്ടോ. ഇവിടെ വരുന്നവർ ശ്രദ്ധിക്കുക, ഈ പാറ വഴി നല്ല വഴുക്കലുണ്ട്. അത് കാര്യം നല്ല മഴയുള്ള സീസണാണ് ഇപ്പം. ഇവിടെ വരുമ്പോൾ നല്ല ഫീലാണ് കേട്ടോ. നമ്മുടെ ഈ മിസ്റ്റ്, ആ വെള്ളം അടിച്ചിട്ടുള്ള മിസ്റ്റ് വരുമ്പോൾ നല്ലപോലെ വെള്ളം തെറിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇരിക്കുന്ന അത്ര ഡേഞ്ചറാണ്, കാരണം മുകളിൽ കല്ലും അതുപോലെ സാധനങ്ങളെല്ലാം തെറിച്ച് വരുന്നുണ്ട്. അപ്പോൾ അധികം നേരം ഇവിടെ ഇരിക്കുന്ന അത്ര പതിയല്ല. വാട്ടർഫാളിന്റെ മുകൾ ഭാഗം, അതായത് ആ ടോപ്പ് എന്ന് പറയുന്നത് ചേനാട് മാളിക എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടെ നമ്മൾ പോകാനിരുന്നതാണ്. പക്ഷെ അപ്പം ഈ ഒരു കൊറോണ സീസൺ ആയത് കാരണം അവിടെ ഇത്ര കേസൊക്കെ കൂടുതലായ കാരണം അങ്ങോട്ട് എൻട്രൻസ് ഇല്ല. അവിടെ നമ്മൾ ഉൾപ്പെടുത്താത്തത്. ഈ അടിവാരം എന്ന് പറയുന്നത് നമ്മുടെ ഏരിയ. ആദ്യം ലൊക്കേഷൻ പറഞ്ഞ പോലെ തന്നെ ചെമ്മാട്ട് എന്ന് പറഞ്ഞ ഏരിയ ആണ്. നമ്മൾ ആദ്യം നമ്മുടെ ഈ വാട്ടർഫാളിന്റെ സ്ട്രക്ചർ ഇത്ര ആകൃതിയാണ്. ഇത് മൂന്നായിട്ട് പാറ ഇങ്ങനെ ഇരിക്കുകയാണ്. ഒന്നിങ്ങനെ, പിന്നെ രണ്ടാമത്തെ ഇങ്ങനെ, പിന്നെ മൂന്നാമത്തെ ഇങ്ങനെ ഇത്ര ആകൃതിയിലാണ് പാറ ഇരിക്കുന്നത്. നമ്മളെ ചെറുക്കൻ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ ചോര കുടിച്ചു. ഓ, ഈ സാധനം കുറേ ഉണ്ട് കേട്ടോ. അപ്പോൾ വരുന്നവർ ഇതിനെ ശ്രദ്ധിക്കുക. ചെറിയ പ്രിക്കോഷനൊക്കെ ആയിട്ട് പണ്ടുള്ളവർ പറയുന്നത് ഇപ്പൊക്കെ കൈ കരുതുക. അതാകുമ്പം ഇത് പറിച്ചു എളുപ്പമാണ്. ചുമ്മാ പറിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പല്ലോ എന്തോ സംഭവം നമ്മുടെ അതിലിരിക്കും. അത് ഇച്ചിരി സീനാണ്. പഴുക്കും, മുറിവൊക്കെ പഴുക്കാനുള്ള ചാൻസൊക്കെ ഉണ്ട്. അപ്പോൾ വലിച്ചു പറിക്കാതിരിക്കുക. ഉപ്പ് പോലെ എന്തെങ്കിലും ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് താനെ വിട്ടു വെക്കോളും. അപ്പോൾ ഞങ്ങളതൊന്നും എടുക്കാതെയാണ് വന്നത്. ഇപ്പം കേട്ടോ, ശരിക്കും ആദ്യം കാണിച്ച ഒരു വലിപ്പമല്ല ഇപ്പം. ബ്ലഡ് ശരിക്കും കുടിച്ചിട്ട് നല്ലോണം ചീർത്തിട്ടുണ്ട്. വെള്ളം കുത്തി വീഴുന്ന ആ ഒരു ഏരിയ ഉണ്ടാവും. അവിടെ വേനൽക്കാലത്ത്, അതായത് വെള്ളം ശരിക്കും കുറഞ്ഞ സമയത്ത് നമുക്ക് ആ പ്രദേശത്ത് പോയി നിൽക്കാവുന്നതാണ്. അവിടെയൊക്കെ ഇറങ്ങി ചെല്ലാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. പക്ഷെ ഇപ്പോൾ നല്ല വഴുക്കലാണ്. ഇവിടെ എല്ലായിടത്തും നല്ല വഴുക്കലാണ്. പാറവഴി എല്ലാം നല്ല വഴുക്കാണ്. ഞാൻ ഒന്ന് തെന്നി വീഴാനൊക്കെ പോയായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും വരുമ്പോൾ അതും കൂടെ ശ്രദ്ധിക്കണം കേട്ടോ. കാരണം ഇവിടെ ഈ ഒറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് അങ്ങനെ ഒരു എമർജൻസി സജ്ജീകരണം ഒന്നും തന്നെ ഏർപ്പെടുത്തിയിട്ടില്ല. ശരിക്കും കലങ്ങി തുടങ്ങി, വെള്ളം ശരിക്കും കലങ്ങി തുടങ്ങി. നമ്മൾ വന്നപ്പോൾ നല്ല തെളിഞ്ഞ വെള്ളമായിരുന്നു. ഇപ്പോൾ കലങ്ങി തുടങ്ങി. അതായത് മഴ ആ ചേനാട് ഭാഗത്ത്, മോർ ഭാഗത്ത് നല്ല അടിപൊളി മഴ പെയ്തിട്ടുണ്ട്. അത് കാരണമാണ് ഇപ്പോൾ നല്ല കലങ്ങി വരുന്നത്. വളരെ ചുരുക്കം പേർക്ക് മാത്രമേ ഇങ്ങനൊരു സ്ഥലം അറിയത്തുള്ളൂ. പുറത്തത്ര ഫേമസ് അല്ല. ഇവിടെ ആൾത്താമസമൊക്കെ വളരെ കുറവാണ്. നമ്മൾ വരുന്ന ഏരിയ തന്നെ കണ്ടില്ലേ, എസ്റ്റേറ്റ്, റബ്ബർ തോട്ടം എല്ലാം. അപ്പോൾ എന്തായാലും നല്ലൊരു വിഷ്വലാണ് ഇവിടെ നിന്ന് കഴിയുമ്പം. അപ്പോൾ നമ്മൾ ക്യാമറയിൽ എടുത്ത് കഴിയുമ്പോൾ എന്തോരം വരുന്നുണ്ടെന്ന് അറിയില്ല. നമ്മൾ നേരിട്ട് വന്ന് കാണുമ്പോൾ അതിൻ്റെ ശരിക്കുള്ള ഒരു ഫീൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും വരിക, കാണുക, എക്സ്പ്ലോർ ചെയ്യുക. ഇന്നത്തെ വീഡിയോ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ട് ഞങ്ങളുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ അവരോട് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം.